ശസ്ത്രക്രിയാ രംഗത്ത് ഏറ്റവും നൂതനമായ കാൽവെപ്പായി റോബോട്ടിക് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി കിം ശ്രീചന്ദ് ആശുപത്രി. ചികിത്സ പൂർത്തിയാക്കിയ രോഗിക്ക് ആശുപത്രിയിൽ യാത്രയയപ്പും നൽകി. ഡിസംബർ 12-നാണ് കിം ശ്രീചന്ദ് ആശുപത്രി റോബോട്ടിക് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. ദക്ഷിണേന്ത്യയിൽ തന്നെ റോബോട്ടിക് വൃക്ക ശസ്ത്രക്രിയയിൽ അഗ്രഗണ്യരായ ഡോക്ടർ മോഹൻ കേശവമൂർത്തിയുടെയും ഡോക്ടർ കാർത്തിക് റാവുവിന്റെയും സാന്നിധ്യത്തിലാണ് ചികിത്സ നടന്നത്. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ രോഗിക്ക് ആരോഗ്യം വീണ്ടെടുക്കാം എന്നതാണ് റോബോട്ട് ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയയുടെ പ്രത്യേകത. വടക്കൻ കേരളത്തിൽ ആദ്യമായാണ് റോബോട്ടിക് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഡോക്ടർ രവീന്ദ്രൻ പി പറഞ്ഞു. നമ്മളിത് ആദ്യത്തെയാണ്. അതിൻ്റെ കൂടെ ഫസ്റ്റ് റോബോട്ടിക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഇൻ നോർത്ത് കേരള. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവം ആശുപത്രിയിൽ മാത്രമേ ഈ റോബോട്ടിക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയ ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ തന്നെ നമുക്ക് റോബോട്ടിക് ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റി. ആൻഡ് രോഗി കൃത്യം ഒരാഴ്ച കൊണ്ട്, അത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ സാധിച്ചു. വളരെ രോഗിയും രോഗിയുടെ ഡോണറും രണ്ടുപേരും പൂർണ്ണ ആരോഗ്യത്തോടെയാണ് ആശുപത്രി വിട്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് അത്യധികം സന്തോഷമുണ്ട്. അപ്പം നമ്മൾ ഇനിയും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കുറേ രോഗികൾ നമ്മുടെ ലൈൻഡപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവുന്നതും എല്ലാവർക്കും റോബോട്ടിക് ശസ്ത്രക്രിയയായിരിക്കും ചെയ്യുന്നത്. വടക്കൻ കേരളത്തിൽ മെഡിക്കൽ രംഗത്തെ ചരിത്ര നിമിഷത്തിനാണ് കിം ശ്രീചന്ദ് സാക്ഷ്യം വഹിച്ചതെന്നും ജനങ്ങൾക്ക് നൂതനമായ റോബോട്ടിക് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും കിം ശ്രീചന്ദിൽ ലഭ്യമാണെന്നും ഡോക്ടർ ദിൽഷാദ് ടി പി പറഞ്ഞു. ഇത് വടക്കൻ കേരളത്തിലെ മെഡിക്കൽ രംഗത്തെ ഒരു ചരിത്ര നിമിഷമാണിത്. കാരണം റോബോട്ടിക് റീനൽ ട്രാൻസ്പ്ലാന്റ് കേരളത്തിൽ ഇതിൻ്റെ മുമ്പ് 1-2 ഹോസ്പിറ്റലിൽ മാത്രം നടന്നിരുന്ന ശസ്ത്രക്രിയ ഇന്ന് കണ്ണൂരിലെ ജനങ്ങൾക്ക്, കണ്ണൂരിന് ചുറ്റുമുള്ള ജില്ലയിലെ ജനങ്ങൾക്ക് കണ്ണൂരിൽ വെച്ച് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കണ്ണൂർ കിം ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ റെഡിയാണ്. വളരെ ചുരുങ്ങിയ സ്കാർ, അതായത് വേദന വളരെ കുറവും, അതേപോലെ കുറച്ചും കൂടെ നല്ല പ്രിസിഷൻ, സർജറിയിൽ നല്ല പ്രിസിഷൻ, അതേപോലെ തന്നെ കുറഞ്ഞ രക്തനഷ്ടം, ഇതൊക്കെയാണ് റോബോട്ടിക് സർജറിയുടെ പ്രത്യേകതകൾ. മുമ്പൊക്കെ എല്ലാവരും ചെന്നൈ, ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് റോബോട്ടിക് സർജറിക്ക് പോയിരുന്നത്. ഇന്ന് കണ്ണൂർ ഈ സൗകര്യം കണ്ണൂരിൽ തന്നെ ലഭ്യമാണ്. ഡയാലിസിസ് രോഗികൾക്ക് മികച്ച ചികിത്സയാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ഏറ്റവും കൂടുതൽ ഡയാലിസിസ് രോഗികളുള്ള കണ്ണൂരിൽ ഇത്തരത്തിൽ നൂതനമായ ഈ ചികിത്സാരീതി ഉണ്ടാവുകയെന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യമാണെന്ന് ഡോക്ടർ ടോം ജോസ് കാക്കനാട്ട് പറഞ്ഞു. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിൽ എന്ന് പറയുന്നത് ഒരു ഡയാലിസിസ് രോഗിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. അത് ഏറ്റവും അധികം ഡയാലിസിസ് രോഗികളുള്ള കണ്ണൂരിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് രോഗികൾക്ക് ഒത്തിരി ഉപകാരം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിൽ തന്നെ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള കേസുകളിൽ, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ കേസുകളിൽ റോബോട്ടിക്സ് സർജറിയുടെ സഹായത്തോടെ അത് പൂർത്തിയാക്കാൻ കൂടി സാധിക്കുന്നു എന്ന് പറയുന്നത് ആ ചികിത്സയുടെ ഒരു പൂർണ്ണതയാണ്. അപ്പം ദക്ഷിണേന്ത്യയിൽ തന്നെ റോബോട്ടിക് ട്രാൻസ്പ്ലാന്റിൽ പയനീയേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ മോഹൻ കേശവമൂർത്തിയുടെയും ഡോക്ടർ കാർത്തിക് റാവുവിൻ്റെയും സാന്നിധ്യമാണ് കണ്ണൂരിൽ ഇത് സാധ്യമാക്കിയത്. ഒപ്പം തന്നെ ഇവിടുത്തെ യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ അമൽ ജോർജ്, ഞങ്ങളുടെ ലീഡ് അനസ്തറ്റിസ്റ്റ് ഡോക്ടർ ദിൽഷാദ്, ഡോക്ടർ ഫയാസ്, ഡോക്ടർ അരുൺ സർ, ഡോക്ടർ അഷ്ഫൽ, ബാക്കി എല്ലാ മെഡിക്കൽ ടീം അംഗങ്ങളുടെയും ഒരു സപ്പോർട്ടും, അപ്പം നഴ്സിംഗ് ടീം, പാരാമെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ടീം, ഇവരുടെ എല്ലാവരും സപ്പോർട്ടോടെയാണ് ഞങ്ങൾക്ക് ഈ കേസ് പൂർത്തിയാക്കാൻ സാധിച്ചത്. അതിനൂതനമായ ഡാവിഞ്ചി റോബോട്ടിക് സിസ്റ്റമാണ് ശസ്ത്രക്രിയയ്ക്കായി ഉപയോഗിച്ചത്. നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ടോം ജോസ് കാക്കനാട്ട്, യൂറോളജിസ്റ്റ് ഡോക്ടർ അഷ്ഫൽ, ഡോക്ടർ ടി പി ദിൽഷാദ്, ഡോക്ടർ ഫയാസ് എന്നിവരടങ്ങിയ മെഡിക്കൽ ടീമിന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.